തൃശൂരിലെ മണ്ണുത്തിയിൽ പോലീസിനെ ഗൂണ്ടകൾ ആക്രമിച്ചു. 6 പേർ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലായി എന്നാണ് ലഭിക്കുന്ന വിവരം. സൂരജ് സജി ടെലിഫോൺ ലൈനിൽ ചേരുന്നു. സൂരജ്, വിവരങ്ങൾ. ഇന്ന് പുലർച്ചെയാണ് ഈ പോലീസിന് നേരെ അക്രമം ഉണ്ടാകുന്നത്. ഈ ബ്രഹ്മജിത്ത് എന്ന് പറയുന്ന വ്യക്തി 2 കൊലപാതക കേസുകളിൽ പ്രതിയാണ്. കഴിഞ്ഞ ഏതാനും വർഷം മുമ്പ് ഒരു ഓണനാളിലാണ് ഈ കുമ്മാട്ടി കാണാനെത്തിയ ആളുകൾക്കിടയിൽ സംഘർഷം ഉണ്ടാവുകയും അന്ന് ബ്രഹ്മജിത്ത് കത്തി ഉപയോഗിച്ച് ഒരാളെ കുത്തി വീഴ്ത്തുകയും ചെയ്തു. ആ കേസിൽ ജാമ്യത്തിലിറങ്ങിയ ബ്രഹ്മജിത്തിനെ ഇന്നലെ 2 സുഹൃത്തുക്കൾ വിരുന്നിന് വിളിക്കുന്നു. അത് ഈ നെല്ലങ്കര വൈലോപ്പള്ളി നഗറിലെ വീട്ടിലായിരുന്നു. അവിടെ ഈ സുഹൃത്തുക്കളുടെ മാതാവാണ് പോലീസിനെ വിളിച്ച് ഇങ്ങനെ ഇവർ വന്നിട്ടുണ്ട്, പ്രശ്നമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് അറിയിക്കുന്നത്. അങ്ങനെ കൺട്രോൾ റൂമിലെ വാഹനം ഈ വൈലോപ്പള്ളി നഗറിലെ വീട്ടിലേക്ക് എത്തുന്നു. ആ സമയത്ത് ഈ ബ്രഹ്മജിത്തിനെ അവിടെ നിന്ന് ഈ കസ്റ്റഡിയിലെടുത്ത് പോലീസ് ഈ വീട്ടിൽ നിന്ന് പോകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കസ്റ്റഡിയിലെടുത്ത് മാറ്റാൻ ശ്രമിക്കുന്നതിനിടയിലായിരുന്നു സംഘർഷം ഉണ്ടാകുന്നത്. ഈ വീട്ടിലുണ്ടായിരുന്ന യുവാക്കളടക്കം ഈ പോലീസിനെ തടഞ്ഞു എന്നുള്ളതാണ് പറയുന്നത്. പിന്നീട് ഈ കൺട്രോൾ റൂം പോലീസ് ഉദ്യോഗസ്ഥരും ഇവരും തമ്മിൽ വാക്കുതർക്കം ഉണ്ടാവുകയും ഈ ജീപ്പ് അടക്കം അടിച്ചു തകർക്കുകയും ചെയ്തു. പിന്നീട് മണ്ണുത്തി പോലീസ് സ്റ്റേഷനിൽ നിന്ന് കൂടുതൽ പോലീസുകാരെത്തിയാണ് ഈ പ്രതികളെ കീഴടക്കിയിരിക്കുന്നത്. 6 പേർ നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലായിട്ടുണ്ട്. ഈ ബ്രഹ്മജിത്തിനെ സംബന്ധിച്ച് ഇരട്ട കൊലപാതക കേസിലെ പ്രതിയാണ്. അത് 2 കൊലപാതക കേസുകളിൽ പ്രതിയാണ് ഈ ബ്രഹ്മജിത്ത് എന്നുള്ളതാണ് പോലീസ് തന്നെ വ്യക്തമാക്കുന്ന കാര്യം. എന്തായാലും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം മേഖലയിലേക്ക് എത്തുന്നു, കൂടുതൽ പരിശോധനകൾ നടത്തുന്നു, തുടർ നടപടികളിലേക്ക് കടക്കുകയാണ് പോലീസ്.